ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാന്ദ്രാസ് ലിറ്റിൽ വേൾഡ്. ഇന്ന് നമുക്കൊരു ബേബി ഫ്രോക്ക് ചെയ്യാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് മെറ്റീരിയൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് ജോർജറ്റും ഒന്ന് അതേപോലൊക്കെ ഒരു ടിഷ്യൂൻ്റെ മെറ്റീരിയലുമാണ്. അപ്പോൾ ഒരു 6 വയസ്സിൻ്റെ അളവിനാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ മെഷർമെൻറ്റ് എഴുതി വെച്ചിട്ടുണ്ട്. ഷോൾഡർ വരുന്നത് 11 ആണ്. 11ൻ്റെ പകുതി 5.5 എടുത്തിട്ടുണ്ട്. പിന്നെ ചെസ്റ്റിൻ്റെ കൂടെ 2 കൂടെ ആഡ് ചെയ്തിട്ട് അതിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 22 ആണ്. 2 കൂടെ ആഡ് ചെയ്യുമ്പോൾ 24 ആവും. അതിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്ത് എടുക്കണം കേട്ടോ. അപ്പോൾ 6 കിട്ടും. അതേപോലെ വേസ്റ്റിൻ്റെ അവിടുത്തെ 1 അതിൻ്റെ കൂടെ 2 കൂടെ ആഡ് ചെയ്തിട്ട് 4ആയിട്ട് ഡിവൈഡ് ചെയ്തെടുക്കുവാണ്. അപ്പോൾ ദാ ഓൾമോസ്റ്റ് 5.75 പിന്നെ ഫ്രോക്കിൻ്റെ ഫുൾ ലെങ്ത്ത് വേണ്ടത് 30 അപ്പോൾ മുകളിലത്തെ പാർട്ട് 10ഉം താഴത്തെ പാർട്ട് 20ഉമാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ മുകളിലത്തെ പാർട്ട് തയ്യൽ തുമ്പൂടെ കൂട്ടി നമുക്ക് 12 വേണം വെട്ടാൻ. താഴത്തെ പാർട്ട് 1 ഇഞ്ച് കൂടെ കൂട്ടുന്നുള്ള അടിഭാഗം മടക്കി അടിക്കാനും ഒക്കെ. അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് മുകൾ ഭാഗത്തിന് 3/4 മീറ്ററും മെറ്റീരിയലും അതേപോലെ താഴ്ഭാഗത്ത് 1.5 മീറ്റർ മെറ്റീരിയലുമാണ്. അപ്പോൾ മുകൾ ഭാഗത്തിലെ മെറ്റീരിയൽ നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ തുണി 4ആയിട്ട് ഞാൻ മടക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ആദ്യം എന്താ ഈ സൈഡിലാണ് മടക്ക് വരുന്ന ഭാഗം. എൻ്റെ റൈറ്റ് സൈഡിൽ, ലെഫ്റ്റ് സൈഡിൽ മടക്ക് വരാത്ത ഭാഗമാണ്. എന്നിട്ട് മുകളിൽ നിന്ന് ഷോൾഡർ 5.5 മാർക്ക് ചെയ്തു. താഴോട്ട് 4.5 ആം ഹോള്. പിന്നെന്താ 10 നമുക്ക് വേണ്ടത്. തയ്യൽ തുമ്പൂടെ കൂട്ടി 12 ഒരു മാർക്ക് കൊടുത്തു. എന്നിട്ട് ചെസ്റ്റിൻ്റെ വണ്ണം തയ്യൽ തുമ്പ്, ചെസ്റ്റ് 6 നമുക്ക് വേണ്ടത്. തയ്യൽ തുമ്പും താഴ്ഭാഗത്ത് 5.5 തയ്യൽ തുമ്പും. എന്നിട്ട് തയ്യൽ തുമ്പ് ജോയിൻറ്റ് ചെയ്തു. ആം ഹോള 1/2 ഇഞ്ചിൽ ഇതേപോലെ ചരിച്ചൊന്ന് മാർക്ക് ചെയ്തു. കട്ട് ചെയ്ത് മാറ്റാം. ഇനി സെൻറ്റർ ഒന്ന് പതിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ലൈനിങ്ങും ഇതേ രീതിയിൽ നമുക്ക് ഈ മെയിൻ ക്ലോത്ത് വെച്ചിട്ട് അതേ രീതിയിൽ കട്ട് ചെയ്ത് മാറ്റി. എന്നിട്ട് താഴ്ഭാഗത്തിൻ്റെ മെയിൻ ക്ലോത്താണ് ഇത്. നിങ്ങൾ തുണി 4ആയിട്ട് മടക്കി ഇട്ടിട്ട് ഇതേപോലെ 21 മാർക്ക് ചെയ്തെടുക്കുക. ഫുൾ തുണി. അപ്പോൾ നിങ്ങൾ മെയിൻ ക്ലോത്ത് എടുക്കുമ്പോൾ ഒരു 2 മീറ്ററെങ്കിലും എടുക്കുക കേട്ടോ. അപ്പം നമുക്ക് നല്ല ഫ്രില്ലിൽ ഫ്രോക്ക് ചെയ്തെടുക്കാൻ പറ്റുമേ. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്ത് മാറ്റുവാണ് കേട്ടോ. ഇതേപോലെ എനിക്ക് സംതിങ് 3 പീസോളം വന്നിട്ടുണ്ട്. 1.5 മീറ്റർ തുണി ആയതുകൊണ്ട്. അപ്പോൾ നിങ്ങൾ 2 മീറ്റർ എടുക്കുവാണെങ്കിൽ 2 പീസായിട്ട് എടുക്കാം കേട്ടോ. നമുക്ക് ലൈനിങ്ങും ഇതേപോലെ ഞാൻ മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലൈനിങ്ങിൽ ഞാൻ 2 ഇഞ്ച് കുറച്ചാണ് കേട്ടോ എടുക്കുന്നത്. ഇപ്പോൾ 21 നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ ലെങ്ത്ത്. അപ്പോൾ 2 ഇഞ്ച് കൂടെ കുറച്ച് 19 കേട്ടോ ഞാൻ ലൈനിങ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഇനി നമുക്ക് നെക്ക് നോക്കാം. ഞാൻ ക്യാൻവാസ് ആണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ക്യാൻവാസ് ഇതേപോലെ 2ആയിട്ട് മടക്കിയിട്ട് കൊടുത്തിട്ട് നെക്കിൻ്റെ വിത്ത് കൊടുക്കുന്നത് 2.5 അതേപോലെ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം കൊടുക്കുന്നത് 3.5 കേട്ടോ. ഞാനൊരു സ്ക്വയർ നെക്ക് കൊടുക്കുകയാണ്. ഒരു 1.25 ഇഞ്ചിലൊരു നെക്ക് ഇതേപോലെ സ്ക്വയർ നെക്കാണ് കൊടുക്കുന്നത് ഫ്രണ്ടിൽ. അപ്പോൾ അത് ഒന്ന് പതിച്ചെടുക്കാവേ. ഇതേ രീതിയിൽ നമുക്ക് ബാക്ക് നെക്ക് കൂടെ ചെയ്തെടുക്കാം. ബാക്ക് നെക്ക് ഞാൻ റൗണ്ടാണ് കൊടുക്കുന്നത്. എന്നിട്ട് ഈ ക്യാൻവാസിൻ്റെ 3 സൈഡും ഒന്ന് കവർ ചെയ്തെടുക്കാനായിട്ട് ഒരു ലൈനിങ്ങിൻ്റെ ക്ലോത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. എന്നിട്ട് ഇതേപോലെ ഇതിൻ്റെ 3 സൈഡും ഒന്ന് കവർ ചെയ്തെടുക്കുവാണേ. ആ വേസ്റ്റായിട്ട് നിൽക്കുന്ന ക്ലോത്തെല്ലാം ഞാൻ കട്ട് ചെയ്ത് മാറ്റുവാണ് കേട്ടോ. അപ്പോൾ ബാക്കിലും ഇതേപോലെ ചെയ്തെടുക്കാം. എന്നിട്ട് ലൈനിങ്ങിൻ്റെ ക്ലോത്ത് അതിൻ്റെ മുകളിൽ നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ നല്ല ഭാഗം, അതിൻ്റെ മുകളിൽ നമ്മുടെ ക്യാൻവാസ്. ഇങ്ങനെയാണ് കേട്ടോ പ്ലേസ് ചെയ്ത് കൊടുത്തേക്കുന്നത്. എന്നിട്ട് നമ്മൾ വരച്ചെടുത്ത അതേ രീതിയിൽ നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണേ. ഇതേപോലെ. ഇനി ആ നെക്കിൻ്റെ 1/2 ഇഞ്ച് അകത്തൊക്കെ നമുക്ക് ക്യാൻവാസും വേസ്റ്റ് ക്ലോത്തും എല്ലാം കട്ട് ചെയ്ത് മാറ്റുവാണ് കേട്ടോ. എന്നിട്ട് ചെറിയ ചെറിയ വെട്ടിട്ട് കൊടുക്കാം. സ്റ്റിച്ച് കൊള്ളാതെ വെട്ടിടുക. ഇനി ആ നെക്കിൻ്റെ ക്യാൻവാസ് ഒന്ന് നീക്കി വെച്ച്
നേരത്തെ സൈഡിൽ കൂടെ ഒരു പതിച്ചൊരു സ്റ്റിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ക്യാൻവാസിൻ്റെ മെയിൻ ക്ലോത്തിൻ്റെ സെൻറ്ററിൽ കൂടാണ് കേട്ടോ ഈ സ്റ്റിച്ച് പോകുന്നത്. എന്നിട്ട് ക്യാൻവാസിനെ അകത്തേക്ക് മടക്കി നേരത്തെ തുമ്പി കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കാം കേട്ടോ. ഫിനിഷിങ് സ്റ്റിച്ചാണ് ഇത് നെക്കിൻ്റെ. ഇനി നമുക്ക് ബാക്കിൽ ആ ക്യാൻവാസ് ഉണ്ടാവുമല്ലോ, ക്യാൻവാസിനെയും ലൈനിങ്ങിനെയും കൂടെ നമ്മുടെ നല്ല തുണി സൈഡിലേക്ക് ഒന്ന് മാറ്റി വെച്ചിട്ട് പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഹെമ്മ് ചെയ്യേണ്ടവർക്ക് ഹെമ്മ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ മെയിൻ സ്റ്റിച്ച് കൊടുത്തതാണ്. എന്നിട്ട് ഇതാ നമ്മുടെ ലൈനിങ്ങിനെയും മെയിൻ ക്ലോത്തിനെയും കൂടെ 3 സൈഡും ഒന്ന് ജോയിൻ ചെയ്തെടുത്തു കേട്ടോ. ഇതേ രീതിയിൽ നമുക്ക് ബാക്ക് സൈഡും ചെയ്തെടുക്കാം. അപ്പോൾ ആ ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും നല്ല വശം ഫേസ് ചെയ്ത് വെച്ചിട്ട് ഷോൾഡർ ഒന്ന് സ്ലോപ്പ് ചെയ്ത് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. പതിച്ച് സ്റ്റിച്ച് കൊടുക്കണം ഷോൾഡറിന്. ഇതാ ഇതേ രീതിയിൽ 2 സൈഡും ചെയ്തെടുക്കുകയാണ് കേട്ടോ ഞാൻ. എന്നിട്ട് വേസ്റ്റായിട്ട് നിൽക്കുന്ന ആ ക്ലോത്ത് എല്ലാം കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. എന്നിട്ട് ആ ഷോൾഡറിനെ തയ്യൽ തുമ്പ് ബാക്ക് തുണിയിലേക്ക് വരുന്ന രീതിയിൽ വേണം പതിച്ച് സ്റ്റിച്ച് ചെയ്യാൻ കേട്ടോ. എന്നിട്ട് ഇതാ ഇതിനെ 4ആയിട്ട് മടക്കിയിട്ടിട്ട് ഒന്ന് നമുക്ക് റീമാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 4.5 ആം ഹോൾ കൊടുത്തു. പിന്നെ താഴ്ഭാഗത്ത് കറക്റ്റ് നമുക്കിനി 1 ഇഞ്ചിൻ്റെ തയ്യൽ തുമ്പ് മാത്രം മതി കേട്ടോ. ബാക്കിയായിട്ടുള്ളതെല്ലാം കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ആം ഹോൾ ഒന്ന് ചരിച്ച് 1/2 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തു. എക്സസ് ആയിട്ട് നിൽക്കുന്ന ക്ലോത്ത് എല്ലാം കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. പിന്നെ ഇതാ ലൈനിങ്ങിൻ്റെ ക്ലോത്ത് എടുത്തു കേട്ടോ ഞാൻ. എന്നിട്ട് അതിനെ ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് കൊടുത്തു. എന്നിട്ട് നമുക്ക് ക്രോസ് പീസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ തുണി കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ഡെഡ് എൻഡിൽ നിന്ന് ഒരു ഡെഡ് എൻഡിലേക്ക് മടക്കിയിട്ട് കൊടുത്തിട്ട് ഇതേപോലെ 1.5 ഇഞ്ചിലാണ് കേട്ടോ ഞാനൊരു ക്രോസ് പീസ് കട്ട് ചെയ്ത് മാറ്റുന്നത്. ഇതേപോലെ ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തോ. നമ്മുടെ ആം ഹോൾ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ക്രോസ് പീസ്. ഇനി നമ്മുടെ ആം ഹോളിലേക്ക് നല്ല ഭാഗത്ത്, നല്ല മെയിൻ ക്ലോത്തിൻ്റെ നല്ല ഭാഗത്തായിട്ട് ഇതേപോലെ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ നമുക്ക് ആം ഹോള് കറക്കി ഫിനിഷ് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് ചെറിയ ചെറിയ സ്റ്റിച്ച് കൊള്ളാതെ ചെറിയ വെട്ടിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ആ ലൈനിങ്ങിൻ്റെ മെയിൻ ക്ലോത്തിൻ്റെ സെൻറ്ററിൽ കൂടെ പതിച്ചൊരു സ്റ്റിച്ച് കൊടുത്തേക്കുവാണ് കേട്ടോ. എന്നിട്ട് ആ ലൈനിങ്ങിനെ അകത്തേക്ക് മടക്കി ഒരു മടക്കിയിട്ടോ. മടക്കിയിട്ട് ഡബിൾ ഫോൾഡ് ചെയ്താണ് കേട്ടോ സ്റ്റിച്ച് പോകുന്നത്. ഡബിൾ ഫോൾഡ് ചെയ്ത് നേരത്തെ തുമ്പിക്കൂടെ ഒരു സ്റ്റിച്ച് പോയി. പിന്നെ അതിൻ്റെ റൗണ്ടിന് നമ്മൾ തുമ്പത്തല്ലേ കൊടുത്തത്, അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ഡബിളിന് നെക്ക് ആം ഹോൾ ഫിനിഷ് ചെയ്തെടുത്തു കേട്ടോ. 2 സൈഡിലും ഇതേ രീതിയിൽ ഫിനിഷ് ചെയ്തെടുക്കണേ. ഇനി ചെയ്യേണ്ടത് ബാക്ക് സൈഡിൽ ഞാൻ സിബ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബാക്ക് സൈഡിൽ ഇതേപോലെ 2ആയിട്ട് മടക്കിയിട്ട് ഒരു സ്റ്റിച്ച് കൊടുത്തു. എന്നിട്ട് ആ സ്റ്റിച്ചിൻ്റെ സെൻറ്ററിൽ കൂടെ കട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് ഇതേപോലെ നിവർത്തി വെച്ചിട്ട് നമ്മുടെ സിബിൻ്റെ നല്ല ഭാഗം അകത്തേക്ക് പോകുന്ന രീതിയിൽ ഇതേപോലെ 1/2 ഇഞ്ച് ഗ്യാപ്പിൽ സിബിൻ്റെ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്തു. ഇതേപോലെ ഓപ്പോസിറ്റ് സൈഡും ഇതേപോലെ ഫിനിഷ് ചെയ്തു. എന്നിട്ട് ആദ്യം നമ്മൾ ആ ഇട്ട സെൻറ്ററിൽ കൂടെയുള്ളൊരു സ്റ്റിച്ചില്ലേ, അത് പൊട്ടിച്ചു വിട്ടാൽ നമുക്ക് ഈസി ആയിട്ട് സിബ് വെക്കാം കേട്ടോ. പാടേ ഇല്ല സിബ് വെക്കാൻ ഈ ഒരു മെത്തേഡിൽ. നോർമൽ സിബാണേ. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി ഇതിനെ നമ്മൾ 4ആയിട്ട് മടക്കിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ. നാലായി മടക്കിയിട്ട് കൊടുത്തിട്ട് ആദ്യം ചെസ്റ്റ് 6 വേസ്റ്റിൻ്റെ ഭാഗത്ത് 5.25. 2 സൈഡിലും ഇതേ രീതിയിൽ മാർക്ക് ചെയ്തെടുക്കുവാണേ. ഇനി നമുക്ക് ഇതിനൊരു വള്ളിയൂടെ വെച്ച് കൊടുക്കണം. അതിന് വേണ്ടി ഞാൻ ഇതേപോലെ 22 നീളവും 2.5 വീതിയുള്ള ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്.
അതിനെതാ ഇതേപോലെ ആദ്യം ഒന്ന് സ്ലോപ്പ് ചെയ്ത് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് താഴോട്ട് ലോങ് സ്റ്റിച്ചിട്ട് ഫിനിഷ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കിതിനെ ഒന്ന് തിരിച്ചെടുക്കാം കേട്ടോ. ഇതേ രീതിയിൽ 2 വള്ളി ചെയ്തെടുക്കണം കേട്ടോ. തിരിച്ചിട്ടെടുത്തു. എന്നിട്ട് താഴ്ഭാഗം ഉണ്ടല്ലോ, ചെസ്റ്റിൽ നിന്ന് താഴ്ഭാഗത്ത് നിന്ന് 1 ഇഞ്ച് മുകളിലായിട്ട് നമുക്കിത് പ്ലേസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. വള്ളി അകത്താണ് പ്ലേസ് ചെയ്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് തയ്യൽ തമ്പൂട്ട് ബാക്കി എക്സസ് ആയിട്ട് നിൽക്കുന്ന ക്ലോത്ത് എല്ലാം കട്ട് ചെയ്ത് മാറ്റാം. ഇതേ രീതിയിൽ ഓപ്പോസിറ്റ് സൈഡിലൂടെ ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് താഴ്ഭാഗത്ത് വെക്കാനുള്ള തുണിയുണ്ടല്ലോ, അത് ആദ്യം ഒന്ന് ജോയിൻ ചെയ്ത് എടുത്തേക്കുവാണ് കേട്ടോ. ഞാൻ ജോയിൻ ചെയ്തപ്പോൾ പതിച്ചൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. എൻ്റെ ബാലൻസ് ക്ലോത്ത് ആയതുകൊണ്ട് കുറച്ചേറെ ജോയിൻറ്റ് വരുന്നുണ്ട് കേട്ടോ. ഞാൻ എന്തോ ഒരു അംബ്രല്ല സ്റ്റിച്ച് ചെയ്തതിൻ്റെ ബാലൻസ് ക്ലോത്താണ് കേട്ടോ ഇത്. അപ്പോൾ അതിന് പേരായിട്ടുള്ളൊരു മെറ്റീരിയലൂടെ കിട്ടിയപ്പോൾ ഇത് രണ്ടും വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് ചെയ്യുന്നതാണ് കേട്ടോ ഇത്. അപ്പോൾ അത് ജോയിൻ ചെയ്തെടുത്തു. എന്നിട്ട് ഇതിൻ്റെ അടിഭാഗം മടക്കി അടിക്കണം കേട്ടോ. ഡബിൾ ഫോൾഡ് ചെയ്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഞാൻ ആദ്യം ഒരു സ്റ്റിച്ച് കൊടുത്തിട്ട് വീണ്ടും പിന്നെ സ്റ്റിച്ച് കൊടുക്കുകയാണ് കേട്ടോ. എൻ്റെ തുണി ഈവൻ അല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് അങ്ങ് ഡബിൾ ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതിയായിരുന്നു. എന്നിട്ട് ഈ ഫ്രോക്കിൻ്റെ നമ്മൾ ആദ്യം ചെയ്ത് വെച്ച മുകൾ ഭാഗത്തിൻ്റെ ആ വേസ്റ്റിൻ്റെ റൗണ്ട് ഒന്ന് അളന്ന് നോക്കണം കേട്ടോ, എത്ര കിട്ടുന്നതെന്ന്. എനിക്ക് 25 കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് 25 1 ഇഞ്ച് കൂടെ തയ്യൽ 26 ഇട്ട് വേണം നമുക്ക് ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഞാൻ പ്ലീറ്റ്സ് ഇട്ട് തുടങ്ങി കേട്ടോ. ഈവനായിട്ടുള്ള ചെറിയ ചെറിയ പ്ലീറ്റ്സ് ആണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇതേ രീതിയിൽ ലൈനിങ്ങിൽ നമുക്ക് ഇട്ടെടുക്കണം കേട്ടോ. ഇപ്പം നിങ്ങളുടെ മെയിൻ ക്ലോത്തും 2 മീറ്റർ, ലൈനിങ്ങും 2 മീറ്റർ ആണെങ്കിൽ ഒരുമിച്ച് ജോയിൻറ്റ് ചെയ്തിട്ട് നമുക്കങ്ങ് പ്ലീറ്റ്സ് ഇട്ട് കൊടുത്താൽ മതി. പക്ഷെ നമ്മൾ എപ്പോഴും എടുക്കുന്ന മെയിൻ ക്ലോത്ത് കൂടുതലും ലൈനിങ്ങും കുറവുമായിരിക്കും. അപ്പം നമുക്ക് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് പ്ലീറ്റ്സ് ഇട്ട് എടുക്കേണ്ടതായിട്ട് വരും കേട്ടോ. അപ്പോൾ ഞാൻ ഇട്ടെടുക്കുവാണേ. ഇട്ടെടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അളന്നളന്ന് നോക്കിയിട്ട് വേണം ഇട്ടെടുക്കാൻ. അല്ലെങ്കിൽ നമ്മൾ ആദ്യമേ മാർക്ക് ചെയ്ത് ചെറിയ ചെറിയ പിന്നൊക്കെ കുത്തി കൊടുത്ത് ചെയ്യുവാണെങ്കിൽ എളുപ്പമാണ്. അപ്പോൾ ഇത് നമ്മൾ അത്ര മെനക്കെടാത്തത് കൊണ്ട് നമ്മൾ ഈവനായിട്ട് ഇട്ട് പോകുന്നതുകൊണ്ട് എപ്പോഴും അളന്ന് നോക്കണം. അല്ലെങ്കിൽ നമ്മൾ കുത്തിയിരുന്ന് അടിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഞാൻ അളന്ന് നോക്കി കറക്റ്റ് എനിക്ക് 26ഓളം കിട്ടുന്നുണ്ട്. ഇനി നമ്മുടെ ലൈനിങ് ക്ലോത്തിലും ഈ സെയിം മെത്തേഡ് തന്നെ ചെയ്തെടുക്കണം കേട്ടോ. ലൈനിങ്ങിൻ്റെ അടിഭാഗം മടക്കി അടിച്ചിട്ട് 26 ഇഞ്ചിൽ പ്ലീറ്റ്സ് ഇട്ടെടുക്കണം. എന്നിട്ട് ഈ ലൈനിങ്ങിനെയും മെയിൻ ക്ലോത്തിനെയും കൂടെ ഒന്ന് ഈ പ്ലീറ്റ്സ് ഇട്ട ഭാഗം ഉണ്ടല്ലോ അവിടെ ഒന്ന് നമുക്ക് ജോയിൻ ചെയ്തെടുക്കണം കേട്ടോ. കറക്റ്റായിരിക്കണം. 2 പ്ലീറ്റ്സും അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങി ഒന്നും പോകാൻ പാടില്ല. അതെപ്പോഴും സൂക്ഷിച്ച് വേണം നമ്മൾ ഇത് ജോയിൻ ചെയ്തെടുക്കാൻ. അപ്പോൾ ഞാനത് ജോയിൻ ചെയ്തിട്ട് ബാക്കി നിന്ന നൂലും ഒക്കെ കട്ട് ചെയ്ത് മാറ്റുവാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ മുകൾ ഭാഗം നല്ല വശം ഫേസ് ചെയ്ത് വരുന്ന രീതിയിൽ ഇതേപോലെ വേസ്റ്റ് കറക്കി ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ. 1/2 ഇഞ്ച് ഗ്യാപ്പിൽ തന്നെ വേണം നമുക്ക് ഈ വേസ്റ്റ് ഭാഗം ജോയിൻ ചെയ്തെടുക്കാനേ. നിർത്തി സമാധാനത്തിൽ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. കാരണം പ്ലീറ്റ്സ് ആയതുകൊണ്ട് പ്ലീറ്റ്സ് കയറിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് കേട്ടോ സ്ലോ ആയിട്ട് നിർത്തി സൂചി കുത്തി നിർത്തിയിട്ട് തന്നെ ക്ലോത്ത് വലിച്ച് മാറ്റാനായിട്ട് ശ്രമിക്കണം കേട്ടോ. പിന്നെ ഓപ്പൺ ആയിട്ടിരിക്കുന്ന ആ സൈഡും നമുക്ക് ജോയിൻ ചെയ്തെടുക്കാവേ. ലൈനിങ് വേറെ നല്ല തുണി വേറെ ആയിട്ട് ജോയിൻ ചെയ്യുന്നത് നല്ലതാണ്. ഇപ്പം ഞാൻ മെയിനായിട്ട് രണ്ടും കൂടെ അങ്ങ് ജോയിൻ ചെയ്ത് പോവുകയാണ് കേട്ടോ. വേസ്റ്റിൻ്റെ ഭാഗത്ത് ഡബിൾ സ്റ്റിച്ച് കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. അതും കൊടുത്തു കംപ്ലീറ്റ് ചെയ്തെടുത്തു കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് അനുകൂലിത്ത പരിപാടിയും കൂടെ ചെയ്താലോ. അപ്പോൾ എൻ്റെ കയ്യിലുള്ളൊരു ലേസ് ഉണ്ടായിരുന്നു, ഓൾമോസ്റ്റ് മാച്ചായി പോകുന്നൊരു ലേസായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് ആ ഫ്രോക്കിൻ്റെ അടിഭാഗത്തും നെക്കിലും ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പതിച്ചൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണേ.
പിന്നെ എൻ്റെ കയ്യിലൊരു സ്റ്റോൺ ഉണ്ടായിരുന്നു. ആ സ്റ്റോണൂടെ ആ നെക്കിൻ്റെ ഭാഗത്ത് പ്ലേസ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. ആദ്യം ഞാൻ ഗമ്മിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുവാണ്, എന്നിട്ട് അത് തുന്നി പിടിപ്പിക്കും കേട്ടോ. ഇല്ലെങ്കിൽ അത് ഇരിക്കില്ല. തുന്നി പിടിപ്പിച്ചാൽ മാത്രമേ അത് അവിടെ ഇരിക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ ഒരു യൂസിനുള്ളിൽ ചിലപ്പോൾ അത് ഇളകിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഔട്ട്ലുക്ക് കണ്ടാലോ, വായോ. സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയൊരു കിടിലം ഫ്രോക്കാണ് കേട്ടോ. നമ്മുടെ കയ്യിൽ സെയിം മെറ്റീരിയലോ അതോ ഡ്യുവൽ കളർ മെറ്റീരിയലോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ചെയ്താൽ നടക്കും, ഉറപ്പ്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു യൂസ്ഫുൾ വീഡിയോയുമായി കാണുന്നിടം വരെ ബൈ.